കൊന്നിച്ചിവ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ജോലിയുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നമ്മളിത് ഇട്ടിട്ടുണ്ട് കേട്ടോ, റീൽസായിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും നമുക്ക് കുറച്ച് കമൻസും മെസ്സേജസൊക്കെ വരുന്നതുകൊണ്ടാണ് പിന്നെയും ലോങ് വീഡിയോ പോലെ ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. എന്നാലും ഞാനൊരു ലോങ് വീഡിയോ പോലെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം 7:15 കേട്ടോ. നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മോണോറെയിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ 6 മണിയാകുമ്പോൾ എണീക്കും. 6 മണിയാകുമ്പോൾ എണീക്കില്ല, 6 മണിക്ക് അലാറം വെച്ച് 6:15 എണീറ്റ് എന്താ പറയുക, ഫ്രഷ് അപ്പ് ഒക്കെ ആയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു 7:15 ഇറങ്ങും കേട്ടോ. നമുക്ക് 1 അവറിൻ്റെ ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് 1 അവർ ട്രാവൽ ചെയ്തിട്ട് വേണം ഓഫീസിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മോണോറെയിൽ ഇതാണ്. മോണോറെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെട്രോ പോലത്തെ ഒരു സംഭവത്തിനാണ് നമ്മൾ മോണോറെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മോണോറെയിൽ കയറിയിട്ട് നമുക്ക് മെയിൻ സ്റ്റേഷനിൽ പോകണം, അവിടുന്ന് നമുക്ക് ഷിബുവയിലേക്ക് പോകണം കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മോണോറെയിൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഷിബുവയിലാണ് കേട്ടോ. അപ്പോൾ ഷിബുയ സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. പക്ഷേ ഷിബുയ സ്റ്റേഷൻ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് 1 അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇറങ്ങാനായിട്ട് പറ്റില്ല. ഒരു അരമണിക്കൂർ മുന്നും കൂടി ഇറങ്ങണം. കാരണം ട്രെയിൻസ് ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. മോണോറെയിൽ ലേറ്റ് ആവില്ല, പക്ഷേ ട്രെയിൻസ് ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ 9 മണിക്ക് എത്തേണ്ട, അല്ലെങ്കിൽ 8:45 എത്തേണ്ട ഒരു ഓഫീസിൽ ഞാൻ എത്തിയത് 10 മണിക്കാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻസ് തമ്മിൽ ആക്സിഡൻ്റ് ആയി. ട്രെയിൻ എല്ലാ സ്റ്റോപ്പിലും എക്സ്പ്രസ് ട്രെയിൻ ക്യാൻസൽ ചെയ്തു. ലോക്കൽ ട്രെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ കൊണ്ടാണ് ഓഫീസ് എത്തിയത്. പക്ഷേ ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് നമുക്കോ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്കോ പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ അവർ സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് അറ്റൻഡൻസും അതുപോലെ തന്നെ ഹാഫ് ഡേ ലീവ് ഒന്നും ആവില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ലിപ്പ് അന്ന് എനിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് ഓഫീസിൽ കാണിച്ചായിരുന്നു. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മോണോറെയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. നമുക്ക് മോണോറെയിലിൽ ഒരു സ്റ്റോപ്പേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോയിൽ ഈ പിങ്ക് ഡ്രസ്സ് ഇട്ട പുള്ളിക്കാരനെ കണ്ടോ? ഈ പുള്ളിക്കാരൻ ഇന്ന് ഇവിടെ ഉണ്ടാവും കേട്ടോ. ഒരു ജാപ്പനീസ്കാരനാണ്. പുള്ളിക്കാരൻ എല്ലാവരോടും പറയുന്നത് ഒഹായോ ഗോസൈമസും അതുപോലെ തന്നെ ഇത്തറാഷായി എന്നാണ്. ഒഹായോ ഗോസൈമസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഗുഡ് മോർണിംഗ് എന്നാണ് അർത്ഥം. ഇത്തറാഷായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് വരൂ, അങ്ങനെ ഒരു മീനിങ് ആണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്നും അവിടെ ഉണ്ടാവും. അയാളെ പരിചയമുള്ള കുറേ ആൾക്കാരുണ്ട്, കുറേ കുട്ടികളുണ്ട്. എന്നോടും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ എന്നും അവിടെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള വൈബാണ്. അയാളുടെ പാസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ എന്നും ഞാൻ അയാളവിടെ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ദേ ഇങ്ങനെ വന്നു. കാലത്തൊക്കെ ഈ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓഫീസുള്ള സമയമാണ്. ഭയങ്കര തിരക്കാണ്. ഇപ്പോൾ ഇവിടെ ഗോൾഡൻ വീക്കാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്കില്ലാത്തത്. എനിക്ക് ഗോൾഡൻ വീക്കിൽ 2 ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ലയക്കൊക്കെ ഇപ്പോൾ ഒരു വീക്ക് ലീവ് ഉണ്ട്, പക്ഷേ എനിക്ക് ലീവില്ല, നമ്മുടെ കമ്പനിക്ക് ലീവില്ല. നമുക്ക് പെയ്ഡ് ലീവിൻ്റെ കൂടെയാണ് കേട്ടോ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഷിബുയ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഓഫീസ് ടൈം 9 മണി ആണെന്നുണ്ടെങ്കിലും ഒരു 8:45 ആകുമ്പോഴേക്കും നമ്മൾ എത്തണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു മാനേഴ്സ്. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മളൊരു 8:45 ആകുമ്പോഴെങ്കിലും എത്തണം. അങ്ങനെയാണ് ജാപ്പനീസ് കമ്പനികളിൽ എല്ലാവരും എത്താം കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പോണ വഴി. നമുക്ക് ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റാണ് നടക്കാനുള്ളത്. പക്ഷേ ഈ പോണ വഴി ഫുള്ള് സ്റ്റെപ്പുകളാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് എന്താ പറയുക, വേറെ എക്സസൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകിച്ച് വേറെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചെയ്യുന്ന ജോലിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓഫീസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കേട്ടോ, എപ്പോഴും അല്ല, വല്ലപ്പോഴും എനർജി ഡ്രിങ്ക് എടുക്കാറുണ്ട് ഇവിടെ നിന്ന്. എപ്പോഴും മോൺസ്റ്ററാണ് എടുക്കാറ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പാർട്ട് ടൈം പോയിരുന്ന സമയത്തൊക്കെ ഈ മോൺസ്റ്റർ കുടിച്ചിട്ടൊരു ശീലമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു നൊസ്റ്റാൾജി വരും ഇവിടെ മോൺസ്റ്റർ കാണുമ്പോൾ. നമുക്ക് കമ്പനിയിൽ വെൻഡിങ് മെഷീൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടിൽ നമുക്ക് എന്താ പറയുക, മോൺസ്റ്റർ എടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ കുറച്ചുകൂടെ പൈസ കൊടുക്കേണ്ടി വരും. ഇവിടെ നമ്മൾ കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടുന്ന കാരണം കൊണ്ട് ഞാൻ ഇടയ്ക്ക് മോൺസ്റ്റർ ഇവിടെ നിന്ന് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഓഫീസിലെത്തിയ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് കയ്യിൽ പിടിക്കും. നമ്മൾ ഓൾറെഡി 1 അവർ ഉറങ്ങിയിട്ടാണല്ലോ ഓഫീസിലേക്ക് വരുന്നത്, ട്രെയിനിലിരുന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ചൂടുവെള്ളം കുടിച്ചില്ലെങ്കിൽ ആ ഉറക്കം പോവില്ല. അതുകൊണ്ടാണ് കേട്ടോ ചൂടുവെള്ളം ഇവിടെ വന്നിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്തും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ അത്ര തിരക്കിൽ വന്നതായ കാരണം കൊണ്ട് ഹാൻഡ് വാഷ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നോക്കും കേട്ടോ. ഞാൻ ഇന്ന് സ്യൂട്ട് ഇട്ടിട്ടില്ല. നിങ്ങളെല്ലാ വീഡിയോയിലും എന്നൊരു സ്യൂട്ടിലാണ് കാണുന്നത്. നമുക്ക് ഓഫീസിൽ ഫോർമൽസ് ആണ് കേട്ടോ. അപ്പോൾ ഫോർമൽ ടൈപ്പിലുള്ള എന്തെങ്കിലും ഇട്ടാൽ മതി. പക്ഷേ എല്ലാവരും സ്യൂട്ട് ഇടുന്ന കാരണം കൊണ്ട് ഞാനും സ്യൂട്ട് തന്നെയാണ് ഇടാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അത് കണ്ട് പോരടിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടില്ല. അത് കഴിഞ്ഞ് വർക്കിന് കയറിയിട്ടോ. ഇപ്പോൾ സമയം ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്കിന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസും പയറുകറിയും തൈരുമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഓഫീസ്. നമുക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നുമില്ല. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ പ്ലേസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാലത്തെടുത്ത മോൺസ്റ്ററിൻ്റെ ക്യാനാണ്.
അതുപോലെ തന്നെ ഉച്ചയായപ്പോഴേക്കും നമ്മുടെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വെള്ളം റീഫിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും അല്ല വല്ലപ്പോഴും നമ്മൾ ചിപ്സ് എടുക്കാൻ വേണ്ടി താഴെ പോകാറുണ്ട്. ഓൾറെഡി ഞാൻ ചിപ്സ് വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിൽ വെക്കലാണ് പതിവ്, വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ് പതിവ്. പക്ഷേ നമ്മുടെ ചിപ്സ് തീർന്നു പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെൻഡിങ് മെഷീനിൽ നിന്ന് എടുക്കാമെന്ന്. വെൻഡിങ് മെഷീനിൽ നിന്ന് നമ്മൾ ഇന്ന് എടുക്കുന്ന ചിപ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലിരിക്കണ ആ ബിസ്ക്കറ്റില്ലേ, കുഞ്ഞു കുഞ്ഞു ബിസ്ക്കറ്റ്, അതാണ് എടുക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഇവിടെ ഇടുക. അത് ഏറ്റവും മുകളിലായി കാരണം അതിൻ്റെ നമ്പർ 1 ആണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴേക്ക് വീഴും കേട്ടോ. അങ്ങനെയാണ് ഈ വെൻഡിങ് മെഷീൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലും ഇതുപോലെ വെൻഡിങ് മെഷീൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. എല്ലാവർക്കും പെട്ടെന്ന് കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും, വെള്ളം, ചിപ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ അതൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഓഫീസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 6 മണിയാകുമ്പോൾ നമ്മുടെ ഓഫീസ് കഴിയും. ഒരുവിധം എല്ലാ ആൾക്കാരും 6 മണിക്ക് തന്നെ ഇറങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണണ യൂണിഫോം പോലെ ഇട്ടുകൊണ്ട് പോണ എല്ലാ കുട്ടികളല്ല, എല്ലാ എംപ്ലോയീസും നമ്മുടെ ഓഫീസിൽ നിന്നുള്ളവരാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വൈകുന്നേരം സമയവും ഭയങ്കര ബിസിയാണ് കേട്ടോ. നിങ്ങൾ ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഡബിൾ ബിസിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡൻ വീക്ക് ആയതുകൊണ്ട് ഇപ്രാവശ്യം ഈ ഒരാഴ്ച കുഴപ്പമുണ്ടായിരുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് വരായിരുന്നു. അല്ലാതെ നിങ്ങൾ ചിലപ്പോൾ വീഡിയോസിൽ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും ട്രെയിനിലെ ആൾക്കാർ ഇങ്ങനെ തള്ളി വാതിൽ അടയ്ക്കുന്ന സംഭവം. അത് തന്നെയാണ് ഇവിടുത്തെ കേട്ടോ. ഞാൻ അങ്ങനെ കയറാറില്ല. ഞാൻ അടുത്ത ട്രെയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. നമുക്ക് അത്രയും തിരക്ക് പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറിയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സ്റ്റേഷൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഡയറി മിൽക്ക് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഡയറി മിൽക്ക് കിട്ടാമെന്ന്. ഈ ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഷോപ്പ് ജപ്പാനിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്, ക്യോത്തോയിലും ഉണ്ട്. അപ്പോൾ ആ കടയിലാണ് കേട്ടോ നമ്മൾ ഡയറി മിൽക്ക് വാങ്ങാറ്. ആ കട എന്ന് പറയുന്നത് കുറച്ച് എല്ലാ സാധനങ്ങളും കുറച്ച് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആ കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ആ കടയിൽ എല്ലാ കൺട്രീസിൻ്റെയും ഒരുവിധം അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡയറി മിൽക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജൂപ്പിറ്ററിലേക്ക് പോയാൽ മതി, അവിടെ സംഭവമുണ്ട്. അങ്ങനെ നമ്മളിത് ലിഫ്റ്റൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:30 കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കാലത്ത് ഇറങ്ങുന്നത് 7:15, നമ്മൾ തിരിച്ചെത്തേണ്ടത് 7:30. ഇനി എനിക്ക് കുറച്ച് നടക്കാനുണ്ട്. അതും കൂടി ആകുമ്പോൾ നമ്മൾ ഒരു 7:45 ആകുമ്പോൾ വീട്ടിലെത്തും കേട്ടോ. നമ്മുടെ വീട് കുറച്ച് ദൂരത്തിലാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷിബുയയുടെ അടുത്തൊക്കെ നമുക്ക് താമസിക്കാൻ ഭയങ്കര റെൻ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 1 മണിക്കൂർ ബാക്കിലേക്ക് എടുത്തത്. പക്ഷേ ജപ്പാൻകാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. എൻ്റെ ഓഫീസിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരുണ്ട്, അവർക്കത് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പോസ്റ്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും മെയിൽ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ബോക്സ് വഴിയായിരിക്കും വരാം. ഇവിടെ എല്ലാവരും പേപ്പർ വർക്കാണ് ഫോളോ ചെയ്യണത് കേട്ടോ കൂടുതലും, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ വീട് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇനി നമ്മൾ കയറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ലൈ ഉണ്ട്, അവളവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഈ ഒരാഴ്ച ലീവായിരുന്നു. അവൾക്ക് വെനസ്ഡേ അല്ല തേഴ്സ്ഡേ വരെ ലീവാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, വേഗം വരാൻ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോം ടൂർ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിച്ചിട്ടില്ല. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ എംപ്റ്റി സ്പേസ് ആണ് കേട്ടോ. വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവൾ കിടക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പോണത് എൻ്റെ റൂമിലേക്കാണ്. ഞാൻ ഒരു ഹോം ടൂർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് റഫായിട്ടൊന്ന് കാണിച്ചു തരാം. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ റൂം. നമ്മുടെ റൂമിൽ ബാൽക്കണി ഉണ്ട്, അവളുടെ റൂമിൽ ബാൽക്കണി ഇല്ല. അവളുടെ റൂം കുറച്ച് സ്പേഷ്യസ് ആണ്. എൻ്റെ റൂം ഒരു കുട്ടി റൂമും അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിലാണ് വരെ. ബൈ ബൈ, ടേക്ക് കെയർ, ജമദ.